ഇപ്പോൾ കർക്കിടക മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കർക്കിടക ചികിത്സകളും അതുപോലെ തന്നെ കർക്കിടക കഞ്ഞിയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഈ മാസങ്ങളിലാണെന്നുണ്ടെങ്കിൽ കഴിക്കുന്ന നമ്മളെല്ലാ ഭക്ഷണങ്ങളിലും പ്രധാനമായിട്ട് പച്ചിലകൾ. അത് പച്ചിലകളെന്ന് പറയാൻ നേരത്തേക്ക് പലതരത്തിലുള്ള ചെടികളുടെ ഇലകൾ അതുപോലെ തന്നെ തണ്ട് നമ്മളാണ് ഭക്ഷണത്തിനകത്ത് തോരൻ വെച്ച് മറ്റും ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായിട്ടും പത്തിലകളാണ്. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചേനത്തണ്ട് കൊണ്ടുള്ള തോരനാണ്. അപ്പം അറിയാത്തവരാണെങ്കിലും അറിയുന്നവരാണെങ്കിലും നമുക്ക് പഴമയിലേക്കൊന്ന് നടന്നു പോകാം. സോ ഗൈസ്, മീ ശ്രീ വെൽക്കം ടു മൈ ചാനൽ വില്ലേജ്. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ചേന നിൽക്കുന്നതുണ്ട്. ഈ ചേനയിൽ നിന്ന് നമ്മൾ നട്ടിരിക്കുന്ന ഒരു ചേനയാണ്. അതിൽ നിന്ന് ഒത്തിരി തണ്ടുകൾ വരും. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ആദ്യം വരുന്ന തണ്ട് നിർത്തി ബാക്കിയുള്ള തണ്ടാണ് നമ്മൾ തോരനും അത് കണക്ക് തന്നെ മറ്റ് ചേനയുടെ തണ്ട് കൊണ്ടുള്ള വിഭവങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 2 തണ്ട് കണ്ടിട്ടെടുക്കുകയാണ്. ഇനി ഈ 2 തണ്ട് കൊണ്ട് വേണം നമുക്ക് ചേനത്തണ്ട് തോരൻ വെക്കാനായിട്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നുള്ള കാര്യം നോക്കാം. നമ്മൾ വെട്ടിവെച്ച ചേനത്തണ്ടായത് ഇത് 2ആയിട്ടൊന്ന് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് കഴുകിയായിരുന്നു ഞാൻ. നമ്മളെന്തായാലും ഒരു തൊലി ചെത്തിക്കളയണം. ഇതുപോലെ അങ്ങ് ചെത്തി എടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ചേനയുടെ ഇല ചൊറിയും, പക്ഷേ ചേനത്തണ്ട് അങ്ങനെ ചൊറിയാറില്ല പൊതുവെ. അപ്പോൾ കാട്ടുചേനയുടെ എടുക്കാൻ പാടില്ല. ഇത് നല്ല നാടൻ നമ്മുടെ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന ചേനയുടെയാണ്. ഈ സമയത്ത് കാട്ടുചേനയും കൂടുതലായിട്ടുണ്ടാകും, മഴ പെയ്തുകൊണ്ട് തന്നെ. ഇപ്പോൾ ശ്രദ്ധിച്ചോളുക. ഇത് 2ഉം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് പച്ചവെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇപ്പോൾ നല്ലപോലെ വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പീസ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ നമുക്ക് പറ്റുന്ന രീതിയിൽ, അത് ചെറുതായിട്ട് ഇപ്പോൾ കൊത്തി അരിയാൻ എന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ഭാരമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കീറി കൊടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് ഇത് അരിഞ്ഞെടുക്കുക. ഇതുപോലെ പെട്ടെന്ന് തന്നെ ചേനയ്ക്ക് വെള്ളത്തിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. ഇതുപോലെ ചെറിയ പീസായിരിക്കണം ഇത്. ചേനയുടെ തണ്ട് മൊത്തം എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ എങ്ങനെ തോരൻ വെക്കുന്നതെന്നുള്ള കാര്യം കാണിച്ചു തരാം. ഇത് നമ്മൾ നേരത്തെ അരിഞ്ഞ ചേനത്തണ്ടിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് കഴുകിയിട്ട് ഒന്ന് വെള്ളം വാരാനായിട്ട് വെക്കണം. ഒരു 5 മിനിറ്റ് തന്നെ ധാരാളമാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം നമുക്ക് തോരൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നന്നായിട്ട് എണ്ണ ചൂടായി വന്നു അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് പൊട്ടിയിലോട്ടൊക്കെ 1/2 ടീസ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുത്തു. ഉഴുന്ന് അധികം കിടന്ന് മൂത്ത് വരണ്ട. അതിലോട്ടേക്ക് പച്ചമുളക്, നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊന്നും തന്നെ കിടന്ന് അധികം മൂത്ത് പോകാൻ പാടില്ല. അപ്പോൾ അതിലേക്ക് ഒരു 7 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കുക. ഈ ഉള്ളിയും ഇതെല്ലാം കൂടെ കിടന്ന് എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. നമുക്ക് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന ചേനത്തണ്ട് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്തായാലും നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ചേനയിൽ വെള്ളം ഇറങ്ങാൻ തുടങ്ങും ചേനത്തണ്ടിൽ നിന്ന്. പക്ഷെ നമ്മൾ വേറെ ഇതിനകത്തുകൊണ്ട് തന്നെ പച്ചവെള്ളം ഒഴിച്ചല്ലേ വേവിക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി. ഈ ചേനത്തണ്ടോട് ചേർത്തിട്ട് അത്യാവശ്യം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് വേണം വേവിച്ചെടുക്കാൻ. അധികം സമയം വേണ്ട, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ചേനത്തണ്ട് നിങ്ങൾക്കൊന്ന് വൃത്തിയാക്കാനുള്ളൊരു സമയമേ ഉള്ളൂ. ചേനത്തണ്ടൊന്നും പൊതുവേ നമുക്ക് കടകളിൽ കിട്ടത്തുമില്ല. നിങ്ങൾ വീടുകളിൽ ചേന ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്തെടുക്കാനും പറ്റത്തുള്ളൂ. ഇനി അത്യാവശ്യമുള്ള ഉപ്പ് കൂടെ ചേർക്കുക. ശേഷം ഒന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ ഏകദേശം വെന്ത് വരും. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ആ വന്നിട്ടുണ്ടോ എന്ന് കഷ്ണം എടുത്ത് കഴിച്ചു നോക്കിയതിന് അറിയാം. ഇത് നമ്മുടെ തോരന് വേണ്ടിയുള്ള തേങ്ങാരപ്പിനുള്ള സാധനങ്ങളാണ്.
തേങ്ങ എടുക്കാൻ നേരത്തേക്ക് ഇപ്പോൾ ഇവിടെ ഞാനിപ്പോഴത്തേക്ക് നമ്മൾ എടുത്തിരിക്കുന്നതിന് പരുവത്തിന് എടുത്തിരുന്നുണ്ട്. കറക്റ്റ് അളവ് പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തോരം ചേനത്തിന് എടുക്കാൻ അനുസരിച്ച് നിങ്ങളുടെ ആ ഒരു കൈയളവിന് എടുക്കുക. ഇതിന് കുറച്ചേറെ കാന്താരി മുളക് വേണം. അതുപോലെ തന്നെ ഒരു 6-7 അല്ലിയോളം വെളുത്തുള്ളി, ഒരു 5-6 അല്ലി കുഞ്ഞുള്ളിയും വേണം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം മിക്സിയിൽ. സാധാരണ അരപ്പിന് കണക്ക് കിടന്നങ്ങ് ഒത്തിരി അരച്ചെടുക്കുമല്ലേ ഇതിന്, ഒന്ന് ചതഞ്ഞ് വന്നാൽ മതിയാവും. ഇതാണ് പരുവം, കണ്ടില്ല, ഒത്തിരി കിടന്ന് അരഞ്ഞു പോയിട്ടില്ല. ഈ പരുവത്തിനാണ് എടുക്കാനായിട്ട്. ണ്ട് പിന്നെ ഉപ്പ് ചേർക്കേണ്ടത് നമ്മൾ തേങ്ങാരപ്പ് ചേർത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയാവും. എല്ലായിടത്തോടും നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒന്ന് പിടിക്കാനായിട്ട്, അരപ്പ് പിടിക്കാൻ ഒരു 2 മിനിറ്റ് നേരത്തെ മൂടി വെച്ച കണക്കൊന്ന് മൂടി വെക്കുക. അത്യാവശ്യത്തിന് ഉപ്പ്, കാരണം കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാനുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സൈഡിലേക്ക് ചേർത്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, മീഡിയം ഫ്ലെയിമിലൊന്നും വെക്കണ്ട. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചേനത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലോട്ടേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടി, ഒരു നുള്ളു ചേർക്കാൻ പാടുള്ളൂ കുരുമുളക് പൊടി. ഈ കർക്കിടക മാസം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കൊക്കെ കുരുമുളകും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇരട്ടി ഗുണം കിട്ടുമെന്നാണ്. അപ്പോൾ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചേനത്തണ്ട് തോരനാണിത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കി നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നിങ്ങൾ ഈ സമയത്തൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട വില്ലേജ് കറി എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളൊരു പുതിയ വ്യൂവറാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. ഇതൊക്കെ നല്ല റെയർ റെസിപ്പികൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. തൽക്കാലമായി ഗുഡ് ബൈ.